സുന്ദരീസ്, നമുക്ക് ഇന്ന് ഈ ഒരു ലുക്കിന്ന് എങ്ങനെ ഈ ഒരു പാർട്ടി വെയർ ലുക്കിലേക്ക് മാറാമെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മുടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മുടി നമുക്കിന്ന് കേൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ മുടി കുറച്ച് വേവി, ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആ രീതിക്കാണ് കിടക്കുക. കുളി കഴിഞ്ഞ് സെക്കൻഡ് ഡേ ഒക്കെ ആണെങ്കിൽ ഇതാ ഈ ഒരു രീതിക്കാണ് ഉണ്ടാവുക. ഇതിനെ നമുക്ക് ഒരു കേളി ഹെയർ ആക്കി എടുക്കണം. ഫസ്റ്റ് തന്നെ ഞാൻ ബി ബ്ലണ്ടിൻ്റെ ഹെയർ പ്രൊട്ടക്ഷൻ സ്പ്രേ അതാണ് എടുക്കുന്നത്. അത് ഞാൻ നന്നായിട്ട് മുടിയിൽ കംപ്ലീറ്റ്ലി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ചോപ്സ്റ്റിക് കേളറാണ്. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ മുടി സെക്ഷൻ ആക്കിയിട്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ മേളിലത്തെ ക്രൗൺ സെക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ക്ലച്ച് ക്ലിപ്പ് വെച്ചിട്ടൊന്ന് സെറ്റാക്കി വെക്കാം. എന്നിട്ട് താഴത്തെ ഭാഗത്തുനിന്ന് പകുതി മുടി എടുത്തിട്ട് അതിൽ നിന്ന് ഇതേപോലെ ചെറിയ സെക്ഷൻ എടുത്തിട്ട് ചോപ്സ്റ്റിക് കേളറിൽ ഇതേപോലെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 5 സെക്കൻഡ്സെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഹോൾഡ് ചെയ്യണം. ചിലരുടെ 5 സെക്കൻഡ്സിലാവുമായിരിക്കും, ചിലർ 10 സെക്കൻഡ്സ് എടുക്കും, ചിലരുടെ 15 സെക്കൻഡ്സ് എടുക്കും. അത് നമ്മൾ നോക്കി അത്രയും നേരം ഹോൾഡ് ചെയ്യണം കേട്ടോ. ഞാൻ ചിലത് 10 സെക്കൻഡ്സ്, കുറച്ചും കൂടി വലിയ സെക്ഷൻ ഹെയർ ആണെങ്കിൽ ഒരു 15 സെക്കൻഡ്സ് വരെയൊക്കെ ഹോൾഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ചോപ്സ്റ്റിക് കേളർ നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇതിനൊരു 600-650 രൂപയുള്ളൂ. പക്ഷേ നമ്മൾ കുറേ നാളായി ഉപയോഗിക്കുന്നു, 2 വർഷമായി ഉപയോഗിക്കുന്നു, ഇതുവരെ ഒരു കേടില്ല. ഇങ്ങനെ മുടി കേൾ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഇത് അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. ഫ്ലാറ്റ് അയൺ വെച്ചിട്ട് നമ്മൾ കേൾ ചെയ്യില്ലേ, ഒബ്വിയസ്ലി അതിനെക്കാട്ടിനൊക്കെ ഒരുപാട് നല്ല കുഞ്ഞു നല്ല ടൈറ്റ് കേൾസ് കിട്ടും. നല്ല ക്ഷമയും ഒരുപാട് സമയവും നല്ലോണം കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് വേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കൈയൊക്കെ കഴയ്ക്കും. നല്ല ഉള്ളുള്ള മുടിയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. എനിക്ക് പിന്നെ അധികം ഉള്ളില്ലാത്ത കാരണം കുഴപ്പമില്ല. എനിക്ക് മുടിക്ക് നീളമുള്ള കാരണമായിരുന്നു അത്രയും മുടി ഈ ചോപ്സ്റ്റിക് കേളറിൽ കൊള്ളുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചില മുടിയൊക്കെ എനിക്ക് പകുതി വരെ കേൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, ബാക്കി പകുതി ആദ്യം കേൾ ചെയ്യണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ താഴത്തെ 2 സെക്ഷനും നമ്മൾ കേൾ ചെയ്തെടുത്തല്ലോ. എന്നിട്ട് നമ്മൾ മേളിൽ നിന്ന് ഒരു ചെറിയ സെക്ഷൻ വിട്ടെടുത്തിട്ട് പിന്നെ അവിടെ കേൾ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഓരോരോ സെക്ഷൻസ് എടുത്ത് കേൾ ചെയ്യുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകണത്. അല്ലെങ്കിൽ ബോറടിക്കുക. എൻ്റെ മുടി ഫുള്ള് കേൾ ചെയ്തെടുക്കാൻ ശരിക്കും എനിക്ക് അരമണിക്കൂർ, അതും കുറേ നാളത്തെ പ്രാക്ടീസ് ഉണ്ട് കേട്ടോ. എനിക്ക് കഴിഞ്ഞ 2 വർഷമായില്ലേ ചെയ്യണു, ഇടയ്ക്കായിട്ട് എപ്പോഴൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതിനൊരു പ്രാക്ടീസ് ഉള്ള കാരണം ശരിക്കും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എത്ര സമയം എടുത്തു. എനിക്ക് കംപ്ലീറ്റ് മുടി കേൾ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഗ്യാപ്പ് എടുക്കാണ്ട്, ഒരു തരി പോലും ഗ്യാപ്പ് എടുക്കാണ്ടാണെങ്കിൽ അരമണിക്കൂർ എടുത്തു കേട്ടോ എനിക്ക് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ എടുക്കാം. എന്നിട്ട് നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് എഗെയിൻ ബി ബ്ലണ്ടിൻ്റെ ആ സെയിം സ്പ്രേ തന്നെയാണ് യൂസ് ചെയ്യണത്. കേൾസ് ഒന്ന് അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി മേക്കപ്പ് ചെയ്യാം. ആദ്യം ഡെർമാവൈമിൻ്റെ ക്ലെൻസർ ഉപയോഗിച്ച് മുഖം വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കോൺടാക്ട് ലെൻസ് വെക്കുന്നുണ്ട്. ഇത് ഗ്രേ ഷെയ്ഡാണ്. എപ്പോഴും അടുത്ത് ഇങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട് ഏതാണ് ഷെയ്ഡ് എന്നുള്ളത്. അപ്പോൾ ഇത് ഷെയ്ഡ് ഗ്രേ ആണ് കേട്ടോ. ഫ്രഷ് ലുക്കിൻ്റെ നമ്മൾ ടോണർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം വിറ്റമിൻ സി സിറമാണ് യൂസ് ചെയ്യണത്. ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ ആസ് യൂഷ്വൽ ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസറാണ്. അത് കുറച്ച് അധികം എടുത്തിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ല ഹെവി മേക്കപ്പാണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ നല്ല തിക്ക് മോയ്സ്ചറൈസറാണ്. ലൈക്ക് ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യണം. അതിന് പെർഫെക്റ്റാണ് ഈ മോയ്സ്ചറൈസർ. പിന്നെ ഞാൻ ഫേഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതിലേക്ക് കുറച്ച് ഹൈഡ്രേറ്റഡ് ലുക്ക് വേണമായിരുന്നു, ഡ്യൂയി ലുക്ക് വേണമായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലമ്മിൻ്റെ ഫേഷ്യൽ ഓയിൽ ഒരു 4 ഡ്രോപ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് പ്ലമ്മിൻ്റെ സൺസ്ക്രീനാണ്, ഒരു ജെൽ സൺസ്ക്രീനാണ് കേട്ടോ. ഇത് കുറച്ചൊരു സിലിക്കോൺ ടെക്സ്ചറിൽ വരുന്നതാണ്. നല്ല സൺസ്ക്രീനാണ്. അങ്ങനെ മാറ്റ് ലുക്കൊന്നും തരില്ല, പക്ഷേ നല്ല സൺസ്ക്രീനാണ് കേട്ടോ. പിന്നീട് നമ്മൾ ഇത് പോർ മിനിമൈസിങ് പ്രൈമറാണ് കേട്ടോ. ബെനിഫിറ്റിൻ്റെ ഇത് നമുക്ക് എന്തായിരുന്നു ബ്രോൺസർ മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയതായിരുന്നു. നല്ല പ്രൈമറാണ്. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്തു. ലിപ് ബാം മമാഅർത്തിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യണത്. കുറച്ചുകൂടി തിക്കായിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യണമായിരുന്നു ശരിക്കും. മമാഅർത്തിൻ്റെ ഇത് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യണത്. ഇത് സെക്കൻഡ് ലാസ്റ്റ് ഷെയ്ഡാണ്. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് ഇട്ട് നോക്കുമ്പോൾ ലൈറ്റാണ്, പക്ഷേ എൻ്റെ സ്കിന്നിൽ എന്തും ഓക്സിഡൈസ് ആവും കേട്ടോ. ഒരുവിധം എല്ലാം കളർ ഡാർക്കറാവും. അത് ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ, എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് ലൈറ്റർ ആണെങ്കിലും ഒരു 10-15 മിനിറ്റ്സ് കഴിയുമ്പോൾ എൻ്റെ അതേ ഷെയ്ഡിലേക്കായി മാറുന്നുണ്ട്. പിന്നെ സ്പഞ്ച് വെച്ചിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ, ഇത് മാക്കിൻ്റെ പ്രെപ്പ് ആൻഡ് പ്രൈമാണ്, അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഏജ് റിവൈൻ കൺസീലറാണ്. അത് കണ്ണിൻ്റെ താഴെ താടിയുടെ അവിടെ ഡാർക്ക് സ്പോട്ടുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്പഞ്ചിലേക്ക് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡാബ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് കൺസീലറാണ്. എനിക്ക് ഹൈ എൻഡ് കൺസീലർ വരെ മേടിച്ചിട്ടും എനിക്ക് ഷെയ്ഡ് മാച്ച്
ആവാറില്ലായിരുന്നു. പിന്നെ മാക്കിൻ്റെ സെറ്റിംഗ് പൗഡർ എടുത്തിട്ട്, അതായത് സ്റ്റുഡിയോ ഫിക്സ് പൗഡർ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെയും പിന്നെ താടിയുടെ അവിടെയും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. മെയിൻലി നമ്മൾ കൺസീലർ ഇട്ട ഭാഗത്ത് ആണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ബാക്കി ഭാഗത്ത് വേണമെന്നില്ല, നമുക്ക് അതൊരു കുറച്ചൊരു ഡ്യൂയി ലുക്കായിട്ട് ഇരുന്നോട്ടെ, ചീക്സിൻ്റെ അവിടെയൊക്കെ കുറച്ച് ഡ്യൂയി ലുക്കായിട്ട് ഇരുന്നോട്ടെ അല്ലേ. അപ്പോൾ ഭയങ്കര ഫ്ലാറ്റായിട്ട് തോന്നുന്നുണ്ടാവില്ല ഫേസ്, ഇപ്പോൾ ഒറ്റ കളറായിട്ട്. അപ്പോൾ നമ്മൾ കെ ബ്യൂട്ടിയുടെ ബ്ലഷാണ് എടുക്കുന്നത്. ഇത് കുറച്ച് നാളായിട്ട് ഞാൻ നോക്കി വെച്ച് മേടിച്ചതാണ്. നല്ല ബ്ലഷ് എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളി ബ്ലഷാണ്. നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴല്ലോ സാധാരണ ചില ബ്ലഷസൊക്കെ ഇങ്ങനത്തെ ക്രീം ബ്ലഷസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ അവിടെ നിന്ന് നീങ്ങിപ്പോവും. ഇതങ്ങനെ ഇല്ല കേട്ടോ. ഇത് ഈ കെ ബ്യൂട്ടിയുടെ ഈ ബ്ലഷ് ഫൗണ്ടേഷൻ നീക്കുമൊന്നുമില്ല, എന്നാൽ നല്ലൊരു ഇന്നർ ഒരു പിങ്കി ഗ്ലോയി ഷെയ്ഡ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യണതാണ്. നല്ല ബ്ലഷാണ് കേട്ടോ. കെ ബ്യൂട്ടിയുടെ എല്ലാ പ്രോഡക്ട്സും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹുഡ ബ്യൂട്ടിയുടെ ഇത് ഐഷാഡോ എന്താണ് മെറ്റാലിക് സംഗതിയാണ്. അതൊരു സൈഡിൽ നമുക്ക് മാറ്റ് ആണെങ്കിലും മറ്റേ സൈഡിൽ നമുക്ക് ഗ്ലിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം മാറ്റ് ഒരു പീച്ചി ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മീതെ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്തിട്ട് എസ്പെഷ്യലി ക്രീസിൻ്റെ അവിടെ ഒന്ന് ചെറുതായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഗ്ലിറ്ററി സൈഡ് എടുത്തിട്ട് ഇന്നർ കോർണേഴ്സിൽ നിന്ന് ഒരു പകുതി വരെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഒന്ന് അതിന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫിംഗേഴ്സ് വെച്ചിട്ടും ഒന്ന് ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പകുതി വരെയുള്ള ലൈൻ കാണാത്ത രീതിയിൽ ഒന്ന് നമുക്ക് നല്ല ബ്ലെൻഡഡ് ലുക്ക് ആകുമ്പോഴല്ലേ രസമായിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ അല്ലെങ്കിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല ഒരു ബ്രൗൺ ഷെയ്ഡ് എടുക്കാം കേട്ടോ. ഐ ഷാഡോ എടുത്തിട്ട് ക്രീസ് ഒന്ന് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ണിന് നല്ലൊരു ഷേപ്പ് തോന്നിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഔട്ടർ കോർണറിൽ ബ്രൗൺ ഷെയ്ഡാണ് ഇട്ട് കൊടുത്തത്, പക്ഷേ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ. കാജൽ നമ്മൾ മാക്കിൻ്റെ കാജലാണ് യൂസ് ചെയ്യണത്. ഇതൊക്കെ നമുക്ക് ഏത് പ്രോഡക്റ്റ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഏകദേശമൊക്കെ നമുക്ക് ഇതേപോലത്തെ ഒരു ഫിനിഷ് തന്നെയാണ് കിട്ടുക. ഇതേ പ്രോഡക്റ്റ്സ് ഒന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ കൺമഷി കണ്ണിൻ്റെ മീതെ ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കറപറാന്ന് ബ്ലെൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് അവിടെ മാത്രം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ജെൽ ലൈനർ എടുത്തിട്ട് ഒരു വിങ് ലൈനർ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഒരേ പെൻസിൽ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് ഞാൻ കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കുറച്ചധികം പ്രോഡക്റ്റ്സ് ഒക്കെ എടുത്തിട്ട് പിന്നെ എനിക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണതാണ്. നമ്മൾ നല്ല വിങ് ലൈനറാണ് ചെയ്യണത്. അപ്പം നമ്മൾ ആ വിങ് ലൈനറിൻ്റെ ആ വരച്ച് കഴിഞ്ഞാലും ചെറിയൊരു സ്മോക്കിനെസ് കാണാൻ പറ്റും, പിന്നെ ഐ ഷാഡോ കാണാൻ പറ്റും ആ രീതിയിൽ. പിന്നെ ജെൽ ലൈനർ വെച്ചിട്ട് വരയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ ഇന്നർ കോർണേഴ്സൊക്കെ ഇതേപോലെ വരച്ചെടുക്കാൻ നല്ലതാണ്. പിന്നെ ഇന്നർ കോർണേഴ്സിൻ്റെ ആ താഴെയായിട്ട് കെ ബ്യൂട്ടിയുടെ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ കണ്ണ് നല്ല പോപ്പ് ചെയ്ത് നിൽക്കും. ഈ കൊറിയൻസൊക്കെ ഇങ്ങനെ ഞാൻ സ്ഥിരം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കണ്ണ് നല്ല വലുതാക്കി നല്ല പോപ്പ് ചെയ്ത് നിർത്താൻ നല്ലതാണ്. മസ്കാര ഒരു 2 to 3 കോട്ട് എന്തായാലും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫേക്ക് ലാഷസ് വെക്കുന്നില്ല, നമുക്ക് പരിപാടിക്ക് പോകേണ്ടതല്ലേ. ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവൻറ്റിന് പോകുമ്പോൾ എനിക്ക് അൺകംഫർട്ടബിൾ ഐ ലാഷസൊക്കെ ഫുൾ ഡേ ഒക്കെ വെക്കാറുണ്ട് ഷൂട്ടിന് വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും എനിക്കൊരു ബാധ്യതയായിട്ട് തോന്നാറുണ്ട്. ഒരു ഓലമടലൊക്കെ ഇരിക്കുന്ന പോലെ കണ്ണ് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് നേരെ കാണാനും പറ്റാത്തതുകൊണ്ട് ആകെ മൊത്തം ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ മസ്കാര നന്നായിട്ടൊരു 3 കോട്ട്, അത് 2 മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നൈക്കയുടെ ഇട്ട് കൊടുത്തു, എനിക്ക് പോരാ തോന്നിയിട്ട് നമ്മൾ കളർ ബാറിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബെനിഫിറ്റിൻ്റെ ഐബ്രോ പെൻസിൽ എടുത്തിട്ട് ഞാൻ ഇന്നേഴ്സിൻ്റെ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഐബ്രോസ് എഴുതാനായിട്ട് ചെറിയ സ്ട്രോക്സ് ഇങ്ങനെ പതിയെ കുട്ടി കുട്ടി സ്ട്രോക്സ് വരച്ചിട്ട് നമ്മൾ സ്പൂളി വെച്ചിട്ട് ഈരി അങ്ങനെ സെറ്റ് ചെയ്ത് നിർത്താം കേട്ടോ. അപ്പോൾ ഈ ചെറിയ സ്ട്രോക്സ് വരയ്ക്കുന്നതിലാണ് കാര്യം. നമുക്കിങ്ങനെ കുട്ടികൾക്ക് എഴുതുന്ന പോലെ ഇങ്ങനെ ഒരു വരയായിട്ട് അങ്ങനെയല്ല, നമ്മുടെ ഐബ്രോസ് എങ്ങനെയുണ്ടാവുക അതേപോലെ ചെറിയ വരകൾ ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ അങ്ങനെ ഇരുന്നോളും. നല്ല ലോങ് ലാസ്റ്റിംഗ് ആട്ടോ ഇത്. നമുക്ക് ഹൈലൈറ്റർ എടുക്കാം. ഇത് നമ്മൾ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു ഗോൾഡൻ ഹൈലൈറ്റർ ആണ് കേട്ടോ എടുത്തിട്ടില്ല. അത് നമ്മൾ ചീക്സിൻ്റെ ഈ ഭാഗത്ത് ചീക്ക് ബോണിൻ്റെ അവിടെയായിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഈ ഹൈലൈറ്റർ. നമുക്ക് കെ ബ്യൂട്ടിയുടെ ഹൈലൈറ്ററാണ് ഏറ്റവും ഭംഗി. ഇത് അതിനെക്കാട്ടിലും കുറച്ച് ചങ്കി ഗ്ലിറ്റേഴ്സൊക്കെ ഉള്ളതാണ്. ഡെയിലി ബേസിസിലോ അതല്ലെങ്കിൽ സാധാരണ ഫംഗ്ഷൻ ഇത് പറ്റില്ല. ഇതൊരു ഇവൻ്റ് ആയതുകൊണ്ടാണ്, നൈറ്റ് ഇവൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇട്ടത്. പിന്നെ നോസിൻ്റെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വൈറ്റ് ഹൈലൈറ്റർ ഇല്ലേ അതെടുത്തിട്ട് നമ്മൾ ഐബ്രോസിൻ്റെ താഴെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഐബ്രോസ് നല്ലോണം പോപ്പ് ചെയ്ത് നിൽക്കും. എൻ്റെ ഒരു ഫ്രണ്ട്, ആ കുട്ടി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ആ കുട്ടി പറഞ്ഞതാണ് ഈ ട്രിക്ക്. ഞാൻ ആദ്യം ഇതൊന്നും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ആ കുട്ടി ഇത് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു ഡിഫറൻസ് തോന്നി. ഐബ്രോസ് എന്ത് രസമായിട്ടാണ് എടുത്തറിയണേന്നറിയോ. നമുക്ക് ആദ്യം ഒരു ലിപ്പ് ലൈനർ, ന്യൂഡ് ലിപ്പ് ലൈനറാണിത്. നൈക്കയുടെ ഇട്ടിട്ടുണ്ടെന്നേ അറിയില്ല, പക്ഷെ നമുക്കൊരു ബേസ് ആയിട്ട് ഇരുന്നോട്ടെ. ലിപ്പ് ലൈൻ വരച്ചു കൊടുത്തിട്ട് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇത് മമാത്തിൻ്റെ ഒരു എക്സ്പ്രസോ ബ്രൗൺ ആണ് ഈ ഷെയ്ഡിൻ്റെ പേര്.
എനിക്കൊരു ന്യൂഡ് ലിപ്പ് വേണം, ന്യൂഡ് ലുക്ക് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത് മൊത്തത്തിൽ. കാരണം നമ്മുടെ ഔട്ട്ഫിറ്റ് അങ്ങനെ ജിങ്ക 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 എന്നുള്ളത് ഒന്നാണ്. പിന്നെ മമാർത്തിൻ്റെ തന്നെ കുറച്ചൊരു ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന മാറ്റ് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നോസ് മാത്രം ഒന്ന് കോൺടോർ ചെയ്യുന്നുണ്ട്. അത് കെ ബ്യൂട്ടിയുടെ നമ്മൾ സ്റ്റിക്ക് എടുത്തിട്ട് ജസ്റ്റ് നോസിൻ്റെ അവിടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പൗഡർ എടുത്തിട്ട് നമുക്ക് ഈ ലിപ്സിൻ്റെ ഈ സൈഡിൽ, അതായത് എന്തെങ്കിലും ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മേക്കപ്പ് സ്പഞ്ചിൽ കുറച്ച് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടിയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നോക്കുമ്പോൾ ഇപ്പോൾ കളർ ഡിഫറൻസ് ഒന്നും തോന്നില്ലല്ലോ, ഫൗണ്ടേഷനൊക്കെ നല്ല ബ്ലെൻഡായി വന്നിട്ടില്ലേ. അപ്പോൾ ഇതേ കമ്മലിട്ടു. നമ്മൾ ഞാൻ ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽസ് എല്ലാം പറയാം കേട്ടോ. അതിനെക്കാളും മുന്നേ ഞാൻ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്തതെന്ന് പറയാം. നമുക്ക് എക്സ്റ്റൻഷൻസ് വെക്കാം. ഇത് നിഷ് ഹെയറിൻ്റെ കേളി ഹെയർ എക്സ്റ്റൻഷൻസ് ആണ്, ബ്രൗൺ ഷെയ്ഡിലുള്ളത്. അപ്പോൾ നമുക്ക് മുടിക്കൊരു കളറും ഉണ്ടാവും, മുടിക്ക് ഉള്ളുണ്ടാവും. മുടിക്ക് ഉള്ളുണ്ടെങ്കിൽ ഇത് വേണ്ട കേട്ടോ, എൻ്റെ മുടിക്ക് ഉള്ളില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വെക്കണത്. പിന്നെ ഒരു കളർ ഹൈലൈറ്റ് ഷെയ്ഡ് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ സ്റ്റോൺ ചെയിനാണ്. നമുക്ക് എല്ലാ ഈ ഫാൻസി സ്റ്റോഴ്സിലും അങ്ങനെ സൂയിങ് സ്റ്റോഴ്സിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ആമസോണിൽ നിന്ന് വേണമെങ്കിൽ മേടിക്കാം. ഇതൊരു 1 മീറ്റർ എടുത്തിട്ട് നമ്മൾ ഈർക്ലി സ്ലൈഡ് ഇട്ടിട്ട് നമ്മൾ നടുവെന്ന് ഒരു സെക്ഷൻ എടുത്തിട്ട് അവിടെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ചെറിയ സെക്ഷൻ ഫ്രണ്ടിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഈ സ്റ്റോണിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചുറ്റി 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 എടുക്കുകയാണ് ചെയ്യണത്. ഇതേപോലെ ചുറ്റി ചുറ്റി എടുത്തിട്ട് നമ്മൾ ബാക്കിലേക്ക് ഇതിനെ പിൻ ചെയ്ത് വെക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ആ 2 സെക്ഷൻ ഹെയറില്ലേ അതും കൂടി ഒന്ന് നമുക്ക് വലിച്ചെടുത്തിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് പിൻട്രസ്റ്റ് നിന്നാണ് കേട്ടോ ഈ ഐഡിയ കിട്ടിയത്. ആക്ച്വലി അവർ മുടി മെടയണേൻ്റെ ഇടയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. എനിക്ക് രസമായിട്ട് തോന്നി, മൊത്തം ഒരു ഡിസ്കോ വൈബായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അങ്ങനത്തെ ഒരു ഇവൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ അവസരങ്ങൾ നമുക്ക് എപ്പോഴും കിട്ടില്ലല്ലോ. അപ്പം ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഹെയർ സ്റ്റൈൽ ഇഷ്ടമായിട്ടോ, അപ്പോൾ അതാണ് ഞാൻ പിന്നെ മാറ്റാഞ്ഞത്. മൊത്തം ഈ ഔട്ട്ഫിറ്റിനൊപ്പം നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഒരു റെട്രോ വൈബാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ കമ്മൽ അഡോബ് ബൈ പ്രിയങ്ക എന്നുള്ള സ്റ്റോറിൽ നിന്നാണ് കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് കേട്ടോ. ബ്രാലറ്റാണ് ഇട്ടിട്ടുള്ളത് ആമസോൺ എന്നുള്ളത്. പാൻസും ബ്രാലറ്റ് അല്ല, പാൻസ് നമ്മുടെ ഇങ്ങനത്തെ വൈഡ് ലെഗ് പാൻസ് ആണ്. അതിൽ ഞാൻ സ്ലിറ്റ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ജാക്കറ്റ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ജാക്കറ്റാണ്. ലെന ഡിസൈനർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ സ്റ്റോറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ റെഫറൻസ് കൊടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് അങ്ങനെ. അപ്പോൾ ഈ ഒരു ലുക്കായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഇവൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ലുക്ക് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി പാൻസ് ഉണ്ട്, ബ്രാലറ്റും ഉണ്ട്. പാൻസ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെട്ടി കുറച്ച് യുണീക്കാക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ വേണമെന്നില്ല. ഈ ജാക്കറ്റ് പിന്നെ ഇതേപോലെ പറഞ്ഞ് ചെയ്യിച്ചപ്പോൾ എനിക്ക് ഫൈനൽ ലുക്ക് വന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളൊരു ക്ലച്ച് പിടിച്ചിട്ടുണ്ട്, പംസാണ് ഇട്ടിട്ടുള്ളത്. ഇതാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക്. ഒരു ഇവൻറ്റിനൊക്കെ പറ്റിയതായിട്ട് തോന്നി. ഇത് ഞാൻ പറയണത് നമ്മുടെ സാധാരണ ഒരു റിസപ്ഷനോ അല്ലെങ്കിൽ പാർട്ടിക്കോ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിക്കണത്. ഇതൊരു ആക്ച്വൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും ഒക്കെ ഉള്ള ഒരു ഇവൻ്റ് ആയിരുന്നു, അവാർഡ് ഫങ്ഷൻ ആയിരുന്നു ആക്ച്വലി അത്. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു, 1-2 ഇൻ്റർവ്യൂസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തേന് എനിക്ക് ഇന്നെന്തെല്ലാം തെറ്റാണ്, എനിക്കൊരു യുണീക്ക് ലുക്ക് വേണമായിരുന്നു. ഒരു ഫാഷൻ ബ്യൂട്ടി കാറ്റഗറിയിൽ നിന്ന് വരുമ്പോൾ ആ ഒരു ഇതിന് വേണ്ടി ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിക്കാണ് ഞാൻ ചെയ്തത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു, ഒരുപാട് പേർക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. ഐ കംപ്ലീറ്റ്ലി എഗ്രി. എല്ലാവർക്കും കംഫർട്ടബിളായിട്ട് തോന്നുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട്ഫിറ്റായിട്ട് എനിക്കും തോന്നിയില്ല. പക്ഷേ എനിക്കിട്ടപ്പോൾ നല്ല കോൺഫിഡൻസ് തോന്നി, നല്ല ഭംഗിയായിട്ടും തോന്നി കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്താണ് ഔട്ട്ഫിറ്റിനെ കുറിച്ച് തോന്നിയേ, എന്താണ് ഇതിൽ നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. എനിക്കതിൽ സന്തോഷമല്ലോ കേട്ടോ. അങ്ങനെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എന്താണ് ബെറ്റർ ആക്കാൻ പറ്റണേ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണേ. എനിക്ക് കമൻറ്റ്സ് വായിക്കുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് ബെറ്റർ ആയിട്ട് അടുത്ത തവണ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഇങ്ങനെ ഇതേപോലെയൊക്കെ സ്റ്റൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.